ഈ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ഒരു അടിപൊളി ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാം. ബോട്ടിലിൽ പെയിന്റ് ഒന്നും കൊടുത്തെടുക്കുന്നില്ല, നമ്മൾ ഈ ഒരു ഫ്രൂട്ട്സിന്റെ നെറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള ഫ്രൂട്ട്സിന്റെ നെറ്റ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള പ്ലാസ്റ്റിക് കവറിന്റെ അടിവശം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിത് ബോട്ടിലിലേക്ക് ഒട്ടിച്ചെടുക്കണം. നമ്മളതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്ന നെറ്റിൽ ഇതുപോലെയാണ് അത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതിന്റെ എഴുത്തില്ലാത്ത ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം ഇതിൽ നിന്നും വീതി കുറഞ്ഞ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പീസ് ഉപയോഗിച്ച് നമ്മൾ ഇതുപോലെയാണ് ഫ്ലവർ ചെയ്തെടുക്കേണ്ടത്. അപ്പം നമ്മൾ ഇത് വെച്ച് ഒരു കുഞ്ഞു ഫ്ലവറാണ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കുറേ ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കണം. അത് മുഴുവനായും ചെയ്തെടുത്തതിന് ശേഷം അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി അതിനിടയിലൂടെ എല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറെ കുറച്ച് പൂക്കൾ കൂടെ നമ്മൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്നും നമുക്ക് കുറച്ച് ഇലകൾ ചെയ്തെടുക്കണം. നമ്മൾ ആ പ്ലാസ്റ്റിക് കവറിൽ നിന്നും ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ ഒന്ന് ചുരുക്കി കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കത് കുറച്ച് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഇവിടെ ആയിട്ട് നൂല് വെച്ചൊന്ന് കെട്ടിക്കൊടുക്കാം. ഇപ്പം നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ നിന്നും വളരെ സിമ്പിളായി ഇതുപോലെ ഒരു ഇല ചെയ്തെടുത്തു. വേറെ കുറച്ച് ഇലകൾ കൂടെ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ തെർമോക്കോൾ ബാൾസ് ആണ് എടുത്തിട്ടുള്ളത്. ഈർപ്പയിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് നമ്മൾ തെർമോക്കോൾ ബാൾസ് അതിലേക്കൊന്ന് കോർത്തെടുക്കുകയാണ്. അത് നമ്മൾ ഫെവിക്കോൾ വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഫെവി ബോണ്ട് വെച്ച് നമ്മൾ തെർമോക്കോൾ ബാൾസ് ഒട്ടിച്ചെടുക്കരുത്, അത് ഉരുകി പോകും. അതുകൊണ്ടാണ് നമ്മളിവിടെ ഇത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോൾ എടുത്തിട്ടുള്ളത്. അതും നമ്മളിവിടെ കുറച്ചെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ബോട്ടിലിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകളാണ് നമ്മൾ ബോട്ടിലിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഓരോ ഇലകളായി നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന മുഴുവൻ ഇലകളും ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന ഇതും ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. പൂക്കളുടെ താഴെയുള്ള ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതിനുശേഷം എല്ലാ പൂക്കളും നമുക്ക് ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ബോട്ടിൽ ആർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുപോലെ പൂക്കളെല്ലാം ഒട്ടിച്ചു കൊടുത്തു. ഇനി നമ്മൾ പ്ലാസ്റ്റിക് കവറിന്റെ ഒരു പീസ് ബോ ഷേപ്പിലാക്കി ഒട്ടിച്ചെടുക്കുകയാണ്. അതിന്റെ രണ്ടറ്റവും നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കത് ബോട്ടിലിന്റെ നെക്കിലായിട്ട് ഒട്ടിച്ചെടുക്കണം. ഇതിന്റെ നടുക്കായിട്ട് നമ്മൾ പഴയ മാലയിൽ നിന്ന് എടുത്ത ഒരു മുത്തും ഒട്ടിച്ചു കൊടുത്തു. പാഴ്വസ്തുക്കൾ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു ബോട്ടിൽ ആർട്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.